കരപ്പുറത്തിന്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി മാറുന്ന ചേർത്തല എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കരപ്പുറത്തിന്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മാറുന്ന ചേർത്തല എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. കയർ കള്ള് വ്യവസായങ്ങളുടെ തകർച്ചയും സെമിനാർ ചർച്ചാ വിഷയമായിരുന്നു. കഞ്ഞിക്കുഴിയിൽ ദേശീയപാതയിൽ തടയപ്പെട്ട AS കനാലിന്റെ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ സമയം AS കനാലിന് കുറുകെ മേൽപ്പാലം സ്ഥാപിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ എന്നിവർ സംസാരിച്ചു. കേരള കൗമുദി യൂണിറ്റ് ചീഫ് KS സന്ദീപ് സോദവും ചേർത്തല റിപ്പോർട്ടർ PP രാജേഷ് നന്ദിയും പറഞ്ഞു. നല്ല കൂട്ടായ്മയും സൗഹൃദവും സ്നേഹവും എല്ലാം ഉള്ളൊരിടമാണ് ചേർത്തല. ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന ഒരു മധ്യവർഗത്തിലേക്കുള്ളൊരു മാറ്റം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു മേഖലകളിൽ നടന്നതുപോലെ ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഗൾഫ് പണത്തിൻ്റെ കാര്യം നമ്മൾ മറ്റു ഇപ്പോൾ ചെങ്ങന്നൂരും പത്തനംതിട്ട ജില്ലയാണെങ്കിൽ ഒരു കാലത്ത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിരുന്നല്ലോ. ഈ തിരുവല്ല വല്ലപ്പള്ളി വരെയും നമ്മുടെ ജില്ലയുടെ ഭാഗമായിരുന്നേ. അപ്പോൾ ആ മേഖലകളെല്ലാം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെയും മറ്റൊന്നും ഇവിടെ അത് വന്നിട്ടില്ല. അപ്പോൾ ഗൾഫ് പണത്തിൻ്റെ വരവിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാം. മറ്റിടങ്ങളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ലഭ്യമാവുന്നത് പോലെ നമുക്ക് അത്രയും കയറുന്നുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ജീവിതസാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് ഓരോ കുടുംബങ്ങൾ മാറുന്നതിന് ഘടകങ്ങളായിട്ട് വരേണ്ടവയാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ഉള്ള ഒരു സമഗ്രമായ വികസനത്തിൻ്റെ രീതികൾ നമുക്ക് അനുവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അവിടെ വലിയ സവിശേഷതകളാകുന്നൊരു ഭൂപ്രദേശമാണ് നമ്മുടെ. ഇപ്പോൾ കരപ്പുറത്തിൻ്റെ പ്രത്യേകത പറയാൻ തുടങ്ങിയാൽ എത്ര അവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കതിന് പിടിയില്ല. ഞാൻ തന്നെ ഒരു ചെറിയ ഇതെല്ലാം നോക്കിയ ഒരാളാണ് നമ്മുടെ ഒരു പ്രത്യേകതയെക്കുറിച്ചെല്ലാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ തന്നെയാണ് വാരനാട്ടിൽ കളരി കണ്ടത്. എന്തുകൊണ്ട് എനിക്ക് വാരനാട്ടിൽ കളരി വരുന്നു? വാരനാട്ട് കളരി വന്നത് വാരനാട് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പഴയ കാലത്തെ രീതികളും അല്ലെങ്കിൽ ഐതിഹ്യങ്ങളെയും കൂടെ ഒക്കെ കൂട്ടുപിടിച്ചൊക്കെ വരുമ്പോഴും നമ്മൾ പറയുന്നത് അയ്യപ്പനെ കളരി പഠിപ്പിച്ചത് നമ്മുടെ ചീരപ്പഞ്ചലാണ് എന്ന് പറയാറുണ്ടെന്നല്ല, ചീരപ്പഞ്ചറിൽ കളരി ഉണ്ടായിരുന്നുള്ളതും ആ പഴയ കാലങ്ങളിൽ ഒരുപാട് പേർക്ക് അവിടെ കളരി അഭ്യാസം പകർന്നു കൊടുത്തിട്ടുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്, അത് ചരിത്രവുമാണ്.